ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ സിമ്പിൾ ഫിഷ് കറി റെസിപ്പിയെക്കുറിച്ചാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ മീനൊക്കെ എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തേർഡ് ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. കൂട്ടത്തിൽ തന്നെ നമ്മൾ നമ്മുടെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം മീനും പുളിവെള്ളവും റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഡയറക്റ്റ് ചട്ടിക്കകത്തല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു പാനിൽ വെച്ച് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ ചട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനായിട്ട് ആ പാനിൽ നമ്മൾ എണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞതിന് ശേഷം ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് ഒരു ബ്രൗണിഷ് കളർ ആകുന്നതിനും വരെ നന്നായിട്ട് ഇളക്കണം. ദെൻ ഒരു ബ്രൗണിഷ് ഇത് അടുക്കി പിടിക്കില്ല കേട്ടോ. അടുക്കി പിടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കറിയുടെ ടേസ്റ്റ് റിയലി പോവും. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ദെൻ കളർ ചേഞ്ചസ് വരുന്നിടം വരെ നോക്കി നിൽക്കണം. കളർ ചേഞ്ചസ് വന്നു എന്ന് കാണുമ്പം നമ്മൾ നെക്സ്റ്റ് ഇൻഗ്രീഡിയൻ്റായ നമ്മുടെ കറിവേപ്പില റെഡിയാക്കി വെക്കുക. ഇതിൻ്റെ കളർ ചേഞ്ചസ് ഓൾറെഡി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മുടെ കറിവേപ്പില ആഡ് ചെയ്യുകയാണ്. കറിവേപ്പില നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കറിക്കൊക്കെ നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ കറിവേപ്പിലയാണ്. അതിനുശേഷം നമ്മൾ മുളക് പൊടി ആവശ്യത്തിനനുസരിച്ചുള്ള മുളക് പൊടി നമ്മൾ ആഡ് ചെയ്യണം. മീനിൻ്റെ ക്വാണ്ടിറ്റിയും ഒക്കെ അനുസരിച്ചും എരിവ് എല്ലാവർക്കും എത്ര വേണം അതനുസരിച്ച് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ദെൻ കൂടുതൽ നമ്മുടെ പുളിവെള്ളവും കൂടി ആഡ് ചെയ്യുക. ദെൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണം. ദെൻ ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് നമ്മുടെ കായം പൊടി ആഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് കുറച്ച് മഞ്ഞൾ പൊടി, പിന്നെ കുറച്ച് ഉലുവാപ്പൊടിയും, പിന്നെ നെക്സ്റ്റ് നമ്മുടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ, വളരെ ഇച്ചിരി എമൗണ്ടിലുള്ള കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാറുണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ. അത് കഴിഞ്ഞിട്ട് അതിന് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള മീനെടുത്ത് അങ്ങോട്ട് ആഡ് ചെയ്യുക. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് ചെറുതായിട്ട് ചൂടായി വരുമ്പം ഇത് നമ്മളിതിൽ ചട്ടിയിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അടുപ്പിൽ വെച്ച് ചട്ടിയിലിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പം ഇത് നന്നായിട്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മളിത് ചട്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എന്നിട്ട് ഇതിൽ വെള്ളം നന്നായിട്ട് കഴുകി ആ വെള്ളം കൂടി ഒഴിച്ച് ഇതിനെ നമ്മളിനി അടുപ്പത്ത് വെച്ച് ചട്ടിയിലിട്ടാണ് വേവിക്കാൻ പോകുന്നത്. നന്നായിട്ടൊന്ന് നമ്മൾ സ്പൂണൊന്നും ഇട്ട് ഇളക്കാറില്ലല്ലോ. സോ നന്നായിട്ട് നമ്മുടെ കൈ വെച്ച് തന്നെ ഒന്ന് വട്ടം ചുറ്റിച്ച് എടുത്ത് മീൻ നന്നായിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്കൊന്ന് ജസ്റ്റ് പൊക്കി നോക്കുന്നുണ്ട്. മീനിൻ്റെ തിള വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം ഒരു കുറച്ച് സമയത്തേക്ക് ഇത് അടച്ചു വെക്കണം കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നന്നായിട്ട് വെന്ത് പറ്റി കിട്ടും. നന്നായിട്ട് തിളച്ച് ഓൾമോസ്റ്റ് നമ്മുടെ ഫിഷ് കറി റെഡി ആകാറായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാമെന്നാണ്. ഫിഷ് കറിയുടെ കൂടെ ചോറോ കപ്പയോ ചക്കയോ എന്ത് വേണമെങ്കിലും കഴിക്കാമെന്നാണ്. ഞങ്ങൾ ഇതിൻ്റെ കൂടെ കഴിച്ചത് നമ്മുടെ ചക്ക വേവിച്ചതായിരുന്നു. അങ്ങനെ ഫിഷ് കറി വേവാറായിട്ടുണ്ട്, വെന്തു കഴിഞ്ഞിരിക്കുന്നു. ബൈ ബൈ.